ഇത് വലിയ ക്ലാരിറ്റി ഉള്ള ക്യാമറയിൽ എടുത്ത വീഡിയോസ് ഒന്നും അല്ല. പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളിത് മുഴുവൻ കേൾക്കുകയാണെങ്കിൽ സാധാരണ ടച്ച് ഫോൺ ഉള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ക്യാമറയുള്ള ഒരു വ്യക്തിക്ക് ഈ മുതൽ മുടക്കില്ലാതെ, അതായത് പൈസ നമ്മൾ മുതൽ മുടക്കില്ലാതെ നമുക്ക് ഓൺലൈനിൽ വരുമാനം കിട്ടുന്ന യഥാർത്ഥ ഒരു സൈറ്റാണ് ഇത്. 100% സത്യസന്ധമായിട്ടുള്ള ഒരു സൈറ്റാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഈ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഈ സൈറ്റിലേക്ക് ഷെയർ ചെയ്യുക. ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് എടുക്കുക. അല്ല കാറിൻ്റെയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കുക. അല്ലാത്ത ഏത് ഫോട്ടോസും നിങ്ങൾക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാവുന്നതാണ്. ഒരു ഫോട്ടോസ് ഒരിക്കൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോസ് പല പ്രാവശ്യം ഇതിനകത്തുനിന്ന് വിറ്റ് പോകും. അപ്പോൾ അതിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്ക് കിട്ടും. കറക്റ്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അതിന് പേപാൽ അക്കൗണ്ടൊക്കെ വേണം. അത് നമുക്ക് പിന്നീട് പറയാം. ഏകദേശം $25 ഇത് നമുക്ക് പിൻവലിക്കാൻ വേണ്ടത്. നേരത്തെ ഇത് 35 ഇപ്പോൾ അത് അവർ 25 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇന്ത്യൻ റുപ്പീസ് 70 രൂപ മിനിമം വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചറൊക്കെ ഇതിനകത്ത് ഷെയർ ചെയ്യുക. സാധാരണ ഒരു മൊബൈൽ ക്യാമറയുള്ള വ്യക്തിക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. ഈ സൈറ്റിൻ്റെ പേര് submit.shutterstock.com എന്നാണ്. അതായത് ഷട്ടർസ്റ്റോക്ക് എന്ന് മാത്രമുള്ള ഒരു സൈറ്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്ന ഇമേജ് വിൽക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഷട്ടർസ്റ്റോക്ക് കോൺട്രിബ്യൂട്ടർ എന്നടിച്ച് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സൈറ്റിലേക്ക് കടക്കാനും അവിടെ സൈനപ്പ് ചെയ്യാനുള്ള സംരംഭങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഞങ്ങളുടെ ഈ ചാനൽ പുതിയ ചാനലാണ്. അതുകൊണ്ട് ഇത് കാണുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ഒരു ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയ ചാനലാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഗൂഗിളിനകത്ത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഷട്ടർസ്റ്റോക്ക് കോൺട്രിബ്യൂട്ടർ ആപ്പ് ഓൺ ഗൂഗിൾ പേ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ കൂടെ തന്നെ ഈ ഗൂഗിളിനകത്ത് പിന്നീട് കയറാതെ ഈ ആപ്ലിക്കേഷനിൽ കൂടെ തന്നെ നിങ്ങൾ എടുക്കുന്ന വർക്കുകൾ, അതായത് എടുക്കുന്ന ഫോട്ടോസ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് ഇടാൻ കഴിയും. അല്ലാതെ ഡയറക്റ്റ് കയറുന്നവർ ഈ ഷട്ടർസ്റ്റോക്ക് സെൽഫ് ഫോട്ടോ ഫൂട്ടേജ് ആൻഡ് ക്ലിപ്സ് ഇല്ലസ്ട്രേഷൻസ് കാണുന്ന അതിനകത്ത് അടിച്ചു ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഷട്ടർസ്റ്റോക്കിൻ്റെ ഈ വെബ്സൈറ്റിൽ എത്താൻ കഴിയും. ഈ വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ അക്കൗണ്ടാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 1350 പടങ്ങൾ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ കാണുന്ന ഏറ്റവും അടുത്ത കാലത്തായിട്ട് ഡൗൺലോഡ് ചെയ്ത താഴെയാണെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് ഏതൊക്കെ ഡേറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തതെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഏണിങ്സ് നോക്കുകയാണെങ്കിൽ ഏണിങ്സ് സമ്മറി നമുക്ക് കാണാം. ഇത്രയും നാളത്തെ വരുമാനം, മൈ റിഫറൽസ്, പേയ്മെൻറ്റ് ഹിസ്റ്ററി ഇതൊക്കെ കാണാം. ഇത് നമുക്ക് പെൻഡിങ്, ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇപ്പോഴും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ സൈറ്റിലേക്ക് പോവാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം നമുക്കിവിടെ ഈ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ആ ഗൂഗിളിനകത്ത് ഷട്ടർസ്റ്റോക്ക് കോൺട്രിബ്യൂട്ടർ, അതായത് ഗൂഗിൾ ക്രോമിനകത്തോ അല്ലെങ്കിൽ മൗസിലേക്കകത്തോ ഷട്ടർസ്റ്റോക്ക് കോൺട്രിബ്യൂട്ടർ എന്ന് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ submit.shutterstock.com എന്ന വെബ് അഡ്രസ്സ് വെബ് പേജിൽ ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻ ഷട്ടർസ്റ്റോക്ക് കോൺട്രിബ്യൂട്ടറുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് താണ്ടി ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ടൈപ്പ് ചെയ്യുന്നിടത്ത് സെൽ ഫോട്ടോസ് ആൻഡ് ഫുട്ടേജ് എന്ന ഒരു ഹെഡിങ് കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. submit.shutterstock.com, അതായത് ഷട്ടർസ്റ്റോക്ക് കോൺട്രിബ്യൂട്ടറിൻ്റെ ഒറിജിനൽ സൈറ്റ്. ഈ സൈറ്റിലാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതും നമ്മുടെ വർക്കുകൾ നമ്മൾ ഷെയർ ചെയ്യേണ്ടതും. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ലോഗിൻ എന്ന ഒരു ഓപ്ഷനുണ്ട്, സൈനപ്പ് എന്ന ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്കറിയാം ഏത് സൈറ്റിലാണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് സൈനപ്പ് എന്ന ഓപ്ഷൻ ആദ്യമായിട്ട് വരുന്ന ആൾ സൈനപ്പ് എന്ന ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളവിടെ സൈനപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതേ വെബ്സൈറ്റ് ഇതുപോലെ ലോഡായിട്ട് വരും. ജോയിൻറ്റ് ദ കമ്മ്യൂണിറ്റി ആൻഡ് സ്റ്റാർട്ട് സെല്ലിംഗ് ഇൻ സെക്കൻഡ്സ് എന്ന ഒരു
ഓപ്ഷൻസ് ആണ് ആക്റ്റീവ് ആയിരിക്കുന്നത്. അവിടെ നമുക്ക് ഫുൾ നെയിം കൊടുക്കണം. ഡിസ്പ്ലേ നെയിം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പേര്, നമ്മുടെ ഏത് പേരിലാണ് ആ സൈറ്റിൽ അറിയപ്പെടേണ്ടത് അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അഡ്രസ്സും പാസ്വേഡും കൊടുക്കുക. പിന്നെ ഇവിടെ ഐ സർട്ടിഫൈ ദാറ്റ് ഐ ആം 80 years old എന്ന് കാണിക്കുന്ന ആ ചെറിയ കോളം കണ്ട അവിടെ അത് ടിക്ക് മാർക്ക് കൊടുക്കുക. ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഓപ്ഷനും ആക്റ്റീവ് ആക്കി കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഈ നെക്സ്റ്റ് എന്ന കോളത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും നമുക്കവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കോളമാണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇമെയിലിലേക്ക് ഒരു കൺഫർമേഷൻ ലിങ്ക്, അതായത് നമ്മുടെ ഇമെയിൽ ഐ ഡി ആണെന്നുള്ള വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺഫർമേഷൻ ലിങ്ക് അവരായിരിക്കും. അത് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കൺഫർമേഷൻ ലിങ്ക് അപ്പോൾ തന്നെ ആ ഇമെയിൽ വന്നിട്ടുണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആവും. പിന്നീട് നമുക്ക് വേണ്ടത് ഈ ആദ്യം കിടന്ന ആ ലോഗിൻ എന്ന പേജാണ്. ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്യുക. അത് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഡാഷ് ബോർഡ് വരും. അതായത് നമ്മുടെ മാത്രമായിട്ടുള്ള ഒരു ഡാഷ് പേജ്. അത് ഞാനിപ്പോൾ കാണിക്കുക. ഒരു ഡാഷ് ബോർഡ് വരും. ഇതുപോലെ ഒരു ഡാഷ് ബോർഡ് നമുക്ക് വരും. അതായത് അവിടെ അപ്ലോഡ് ചെയ്യാൻ, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനും, പിന്നെ നമ്മുടെ ഹോം, സെറ്റിങ്സ്, ഏണിങ്സ് ഇവയൊക്കെയുള്ള ഒരു ഡാഷ് ബോർഡ് വരും. ഈ ഡാഷ് ബോർഡിലാണ് നമ്മൾ നമ്മുടെ വർക്കുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മുടെ വർക്ക് തുടങ്ങുക. വർക്ക് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് അപ്ലോഡ് അസറ്റ്സ് എന്നാണ്. അപ്പം നമ്മൾ എടുത്ത ഒരു ഫോട്ടോ നമ്മുടെ മൊബൈലിലായാലും കമ്പ്യൂട്ടറിലായാലും അത് എവിടെയാണെന്ന് നോക്കിയിട്ട് അത് ഓപ്പൺ ചെയ്യുക. അത് ആ ഫോട്ടോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് നമ്മുടെ സൈറ്റിലേക്ക് അത് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്ലോഡ് 1 ഐറ്റംസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഈ ടു സബ്മിറ്റ് എന്ന ഇടത്താണ് ആ ഫോട്ടോസ് വരുന്നത്. ആ ഫോട്ടോസിന് അതൊരു ചെറിയ അടയാളം ഉണ്ട്. അവിടെ ടിക്ക് മാർക്ക് ചെയ്യുക. ടിക്ക് മാർക്ക് ചെയ്യുന്ന സമയത്താണ് ഇപ്പുറത്തെ ഓപ്ഷൻ ആക്റ്റീവ് ആകുന്നത്. അത് നമ്മുടെ ഫോട്ടോയെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ പറയാൻ വേണ്ടിയിട്ടാണ്. അത് ഫോട്ടോ ആയതുകൊണ്ട് ഇമേജ് ടൈപ്പ് ഫോട്ടോസ് തന്നെയാണ്. അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ കാണിക്കാം. വീഡിയോസ് ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആൾക്കാർ മറക്കരുത്. അപ്പം അവിടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, കാറ്റഗറി ഉണ്ട്, കാറ്റഗറി 2 ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. അതിനകത്ത് ഡിസ്ക്രിപ്ഷനാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അതായത് ആ ഫോട്ടോയ്ക്കൊരു ഹെഡിങ് കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതാ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നും ആ ഫോട്ടോ നമുക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ആ ഫോട്ടോ വെച്ച് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹെഡിങ് കിട്ടും. അപ്പോൾ ആ ഹെഡിങ്ങിനനുസരിച്ചിട്ട് നമ്മളത് കൊടുക്കുക. അതിപ്പോൾ നമ്മളൊരു പഴയ റൂമാണ്. അപ്പോൾ ആ റൂമൊക്കെ ആകുമ്പോഴും നമ്മൾ എന്താണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു കസാരയുടെ കാര്യമായതുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വേണമെങ്കിൽ കൊടുക്കുക. പിന്നെ നമുക്ക് ഒബ്ജക്റ്റായിട്ട് എന്ന ഓപ്ഷനാണ് നമ്മളിപ്പോൾ അത് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കീബോർഡാണ്. അവിടെ ഫൈൻഡ് മോർ കീവേഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമുക്കിപ്പോൾ എന്താണ് ചെയർ ആണെങ്കിൽ ചെയർ എന്ന് അടിച്ചു കൊടുക്കുക അവിടെ. അല്ലെങ്കിൽ റൂമാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ റൂമെന്ന് അടിച്ചു കൊടുക്കുക. ഫ്ലവർ ആണെങ്കിൽ നിങ്ങൾ ഫ്ലവർ എന്ന് അടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ കൊടുത്തേക്കുന്ന പ്ലാസ്റ്റിക് ചെയറാണ്. ആ പ്ലാസ്റ്റിക് ചെയർ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുക. അതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്നതിന് സാദൃശ്യമുള്ളവർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 50 കീവേഡ് നമുക്ക് കൊടുക്കുക. ഇതാണ് ആൾക്കാർ സെർച്ച് ചെയ്യുന്നതും ഈ കീവേഡ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ആൾക്കാർ കാണുന്നതും ഒക്കെ. അതുകൊണ്ട് നമുക്ക് ഇട്ടേക്കുന്ന ആ വീഡിയോയിൽ എന്തൊക്കെ കീവേഡ്സ് ആണ് വേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ആ കീവേഡ്സ് ക്ലിക്ക് ചെയ്ത് വരിക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് സബ്മിറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ വർക്ക് എന്ന് പറയുന്നത്. അത് ഈ പെൻഡിങ്ങിനകത്ത് വരും. പെൻഡിങ്ങിനകത്ത് ഒന്നായി കണ്ടോ. അവർ പിന്നെ പരിശോധിച്ചിട്ട് അത് ഓക്കെ ആണെങ്കിൽ റിവ്യൂസിനകത്ത് കാണാം. അപ്പോൾ അപ്രൂവ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഇമേജസ് എടുത്തു. ഇപ്പോൾ ചിലപ്പോൾ അപ്രൂവ് ആകത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഈ അപ്രൂവ് ചിലപ്പോൾ ആകത്തില്ല. ചിലപ്പോൾ അപ്രൂവ് ആകുന്നതാവട്ടെ. കാരണം നമ്മൾ എടുക്കുന്ന ഇമേജ് അപ്രൂവൽ ആണെങ്കിൽ അവർ വിൽപ്പനയ്ക്ക് വെക്കും. അത്രേ ഉള്ളൂ. നമ്മുടെ ജോലി അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഞാനിപ്പോൾ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓരോ മാസവും കിട്ടിയത് വരുമാനമാണ്. ഒരു മാസം കിട്ടിയത് 4-3 കിട്ടിയത് അത്
കണ്ടോ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മാസം കിട്ടുന്ന ഈ വരുമാനമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പം ആ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തു, അതിന് ശേഷം അത് ഷെയർ ചെയ്തു, ആൾക്കാർ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഓരോ മാസം കിട്ടുന്ന ഈ വരുമാനമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസം, ചില മാസം വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ചില ഫോട്ടോസിനകത്ത് നമുക്ക് ഒരു ഇന്ത്യൻ റുപ്പീസ് ഒരു 6000-7000 ഒക്കെ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു 0.10 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 7 രൂപയായിരിക്കും. അത് ഓരോ മാർക്കറ്റിനനുസരിച്ചാണ്. ചിലപ്പോൾ നല്ല എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, പക്ഷെ ചില സമയത്ത് വളരെ ഇതുമായിരിക്കും. പക്ഷെ നമ്മൾ ആദ്യമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോസ് ഒന്നും ഡൗൺലോഡ് ആവത്തില്ല. നിങ്ങളത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 10-500 ഫോട്ടോസൊക്കെ കഴിയുമ്പോൾ തൊട്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്യും. നിങ്ങൾ പരസ്യങ്ങളൊന്നും ഇല്ലാത്ത ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ഈ തെളിവുകളാണ് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഓരോ മാസം നമുക്ക് കിട്ടിയ എമൗണ്ട്സ് ആണ്. ഇത്രയും എമൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു $US ഏകദേശം 70 രൂപയോളം വരും. മനസ്സിലായോ? ഈ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം അപ്ലോഡ് ചെയ്ത വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ആയാലും ഏതൊക്കെ രാജ്യത്തു നിന്നാണോ ഡൗൺലോഡ് ചെയ്ത്, നമ്മൾ ആ കൈയുടെ അടയാളം കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ രാജ്യത്തു നിന്നാണോ താഴെ എഴുതി കാണിക്കണം ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പൈസ കിട്ടിയേക്കുന്നത്. അത് അവരെ കറക്റ്റായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡൗൺലോഡിംഗ് ആണ് ഇത് കാണിക്കുന്നത്. കണ്ടോ, ഓരോ രാജ്യത്ത് നമ്മുടെ കൈയുടെ അടയാളം ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട് അവിടെ എത്ര പൈസ നമുക്ക് കിട്ടിയ ഡേറ്റ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തെളിവാണ്. ഞാനങ്ങനെ വലിയ രീതിയിലുള്ള പിന്നെ ക്ലാരിറ്റി ഉണ്ട്. ചിലത് നമുക്ക് ഇപ്പോൾ ഈ മൊബൈലിനകത്ത് കമ്പ്യൂട്ടറിനകത്ത് എടുത്തുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പിക്ചേഴ്സ് ഒക്കെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇതിനൊക്കെ കഴിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടുക. അപ്പോൾ ഇതൊക്കെ വേണമെന്നുള്ള ആൾക്കാർ, അപ്പം തമാശ രീതിയിൽ കമൻറ്റ് പറയാത്ത ആൾക്കാർ, ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് കോളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് എനിക്കറിയാവുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതാണ്. അവരെ നമ്മൾ ബന്ധപ്പെടുന്നതുമാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഒരാൾ ചെയ്യുന്ന അത്രയും വലുതാണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പറ്റുന്നത് ചെയ്യാം.